രാജ്യത്തിൻ്റെ 18ാമത്തെ സഭ ആരു ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെയാണ്. അതിൽ 5ാം ഘട്ടമാണ് ഇന്ന് നടക്കുന്നത്. ഒരു ഭാഗത്ത് ഇന്ത്യ സഖ്യം, മറ്റൊരു ഭാഗത്ത് NDA. വികസന നേട്ടങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് 400-ലധികം സീറ്റുകൾ നേടി NDA സർക്കാർ 3ാം തവണയും അധികാരത്തിലെത്തുമെന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി എത്തുമെന്നും NDA അവകാശപ്പെടുമ്പോൾ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ മുൻനിരയിൽ വെച്ചുകൊണ്ട് ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയും ഒക്കെ വലിയ തോതിൽ ഇന്ത്യ സഖ്യത്തിന് കരുത്തു പകരുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഇന്ത്യ സഖ്യം അഭിമുഖീകരിക്കുന്നത്. ഇന്ന് 5ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ ഇന്ത്യ ആര് ഭരിക്കും എന്നതിൽ ഏകദേശ രൂപം വ്യക്തമാകും. ശേഷിക്കുന്നത് 2 തെരഞ്ഞെടുപ്പുകൾ കൂടി മാത്രമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 5ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുമ്പോൾ 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. 9 കോടിയോളം വോട്ടർമാരാണ് 5ാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒഡീഷയിലെ 35 അസംബ്ലി സീറ്റുകളിലേക്കും ഇന്നാണ് വോട്ടെടുപ്പ്. രാവിലെ 7 മണിക്ക് വോട്ടിംഗ് ആരംഭിച്ചു. അവസാനവട്ട ഒരുക്കങ്ങളിലായിരുന്നു ഇന്നലെ പോളിംഗ് ഉദ്യോഗസ്ഥർ. 49 മണ്ഡലങ്ങളിലായി ആകെ 94,732 പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി 9.47 ലക്ഷം പേരാണ് ഉള്ളത്. ആകെയുള്ള 8.95 കോടി വോട്ടർമാരിൽ പുരുഷ വോട്ടർമാരാണ് കൂടുതൽ. 2019 തെരഞ്ഞെടുപ്പിൽ 49-ൽ 32 സീറ്റുകൾ BJP നേടിയപ്പോൾ 1 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത്. കോൺഗ്രസിനെതിരെ ന്യൂനപക്ഷ പ്രീണനം ആരോപിച്ചുള്ള വിവാദ പരാമർശങ്ങൾ അടങ്ങിയതായിരുന്നു BJPയുടെ പ്രചരണ തന്ത്രം. ഹിന്ദി ഹൃദയഭൂമിയിൽ ഇത് ഫലം ചെയ്യുമെന്ന് BJP കണക്കുകൂട്ടുന്നു. മറുഭാഗത്ത് മഹാരാഷ്ട്രയിലും ബീഹാറിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന് ഇന്ത്യ സഖ്യം കണക്കുകൂട്ടുന്നു. രാഹുൽ ഗാന്ധിയുടെ 2ാം മണ്ഡലമായ റായ്ബ്രേലിയിൽ കോൺഗ്രസ് ഉറച്ച വിജയപ്രതീക്ഷയിലാണ്. കാലങ്ങളായി ഗാന്ധി കുടുംബം മത്സരിക്കുകയും വിജയിക്കുകയും ഭരിക്കുകയും ചെയ്തിട്ടുള്ള റായ്ബ്രേലിയിൽ രാഹുൽ ഗാന്ധി ഒരു പുതിയ സ്ഥാനാർത്ഥിയാണ്. അമേഠിയിൽ കാലങ്ങളായി വിജയിച്ചു വന്ന രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി പരാജയപ്പെടുത്തിയതോടെ 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിച്ച് വിജയിച്ച രാഹുൽ ഗാന്ധിക്ക് അമേഠി നഷ്ടപ്പെടുകയായിരുന്നു. രാഹുൽ ഗാന്ധി തന്നെ ഭയന്ന് പേടിച്ചാണ് കേരളത്തിൽ മത്സരിക്കുവാൻ പോയതെന്ന് സ്മൃതി ഇറാനി പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഹിന്ദി ഭൂമിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എന്നൊരു ചോദ്യവും അവിടെ ഉയർന്നു, അല്ലെങ്കിൽ BJP ഉയർത്തി. വയനാട്ടിൽ മാത്രം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ളൊരു വാർത്ത പരന്നതോടുകൂടി കോൺഗ്രസിന് ഒന്നും പറയാൻ കഴിയാതെ പോയി. എന്നാൽ റായ്ബ്രേലിയിൽ പ്രിയങ്ക ഗാന്ധിക്ക് പകരം രാഹുൽ ഗാന്ധിയാണ് അവിടെ മത്സരിക്കുവാൻ പോകുന്നത് എന്ന വാർത്ത പരന്നതോടുകൂടി BJPയെ എതിർക്കുവാൻ ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുൽ ഗാന്ധി ഇറങ്ങുന്നു എന്ന തരത്തിലേക്ക് കോൺഗ്രസ് പ്രചാരണ തന്ത്രം മാറ്റിമറിച്ചു. റായ്ബ്രേലിയിൽ മത്സരിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പൂ പറിക്കുന്നത് പോലെ ലാഘവത്തിലായിരുന്നു കഴിഞ്ഞ കാലങ്ങളെല്ലാം. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി റായ്ബ്രേലിയിൽ നിന്നാൽ വിജയിക്കുവാൻ സാധിക്കുമോ എന്ന ചോദ്യം ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനെയോ ഗാന്ധി കുടുംബത്തിനെയോ വിട്ട് മറ്റൊന്നും ചിന്തിച്ചിട്ടില്ലാത്ത, ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് തന്നെ കൈകൊടുത്തിട്ടുള്ള റായ്ബ്രേലിയിലെ ജനങ്ങൾ ഇക്കുറി രാഹുൽ ഗാന്ധിയെ ഇരുകൈയും നീട്ടി സ്വീകരിക്കും എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ആകെ 695 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഉള്ളത്. രാഹുൽ ഗാന്ധി, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, പീയൂഷ് ഗോയൽ, രാജീവ് പ്രതാപ് റൂഡി, നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള, LJP നേതാവ് ചിരാഗ് പാസ്വാൻ തുടങ്ങിയവരാണ് അതിൽ ഏറ്റവും പ്രമുഖരായുള്ളവർ. 5ാം ഘട്ടത്തോടെ ആകെയുള്ള 543-ൽ 428 സീറ്റുകളിൽ വോട്ടെടുപ്പ് പൂർത്തിയാകും. റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടർമാരോട് ആവശ്യപ്പെട്ടു. കശ്മീരിലെ ബാരോമുള, ലഡാക്ക് എന്നിവയാണ് വോട്ടെടുപ്പ് നടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം. 2019-ൽ 32 സീറ്റുകൾ ഈ ഘട്ടത്തിൽ നിന്ന് സ്വന്തമാക്കിയ BJPക്കും NDAയ്ക്കും 5ാം ഘട്ടം നിർണായകമാണ്. അമേഠി, റായ്ബ്രേലി മണ്ഡലങ്ങൾക്കും ഇത് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ബീഹാറിൽ 5 ഇടങ്ങളിലും, ജാർഖണ്ഡിൽ 3 ഇടങ്ങളിലും, മഹാരാഷ്ട്രയിൽ 13 ഇടത്തും, ഒഡീഷയിൽ 5 ഇടത്തും, ഉത്തർപ്രദേശിൽ 14 ഇടത്തും
പശ്ചിമ ബംഗാളിൽ 7ഉം ജമ്മു കാശ്മീരിൽ 1ഉം ലഡാക്കിൽ 1ഉം അങ്ങനെ ഈ സംസ്ഥാനങ്ങളിലൊക്കെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാഹുൽ ഗാന്ധി റായ്ബ്രേലിയിലും സ്മൃതി ഇറാനി അമേഠിയിലും രാജ്നാഥ് ലക്നൌവിലും കരൺ ഭൂഷൺ സിംഗ് കൈസർഗഞ്ചിലും ചിരാഗ് പാസ്വാൻ ഹാജിപൂരിലും രോഹിണി ആചാര്യ രാജീവ് പ്രതാപ് റൂട്ടി എന്നിവർ സരണിലും പീയൂഷ് ഗോയൽ മുംബൈ നോർത്തിലും അരവിന്ദ് സാവന്ത് മുംബൈ സൗത്തിലും ഉജ്വൽ നിഗം മുംബൈ നോർത്ത് സെൻട്രലിലും ഡോക്ടർ ശ്രീകാന്ത് ഷിൻഡെ കല്യാണിലും ഒമർ അബ്ദുള്ള ബരാമുളയിലും കൃഷ്ണനാഥ് ത്രിപാഠി ഛത്രയിലുമാണ് മത്സരിക്കുന്നത്. പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുവാനാണ് എല്ലാ മുന്നണികളുടെയും ലക്ഷ്യം. ആദ്യഘട്ടം കഴിയുന്നതോടുകൂടി 18ാം മന്ത്രിസഭ ആര് നയിക്കും, ആരൊക്കെ ചേർന്ന് സഭ രൂപീകരിക്കും എന്നതിൽ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു. 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്ന ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യവും NDAയും കടുത്ത പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. 5ാം ഘട്ടം പൂർണ്ണമാകുന്നതോടുകൂടി രാജ്യത്തിൻ്റെ അടുത്ത ഭരണത്തിലേക്ക് ആര് കാലെടുത്ത് വെക്കുമെന്ന ചോദ്യത്തിന് ഒരു വ്യക്തത വരുമെന്ന് തന്നെ പറയുവാൻ സാധിക്കും. എങ്കിലും ശേഷിക്കുന്ന 2 ഘട്ടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിൽ ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ഡൽഹി ഉൾപ്പെടുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നീങ്ങുകയാണ്. ജൂൺ 4-ാം തീയതി രാജ്യത്തിൻ്റെ വിധി എഴുതുവാൻ പോവുകയാണ്. ബാലറ്റ് പെട്ടിയിൽ കിടക്കുന്ന വോട്ടുകൾ ആർക്കനുകൂലമായ ശബ്ദമുയർത്തുമെന്നറിയുവാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്.